കാൽപ്പാടുകൾ പിന്തുടർന്ന കടുവയും തേടി മഴയത്ത് കാടിനകത്തൂടി ഒരു യാത്ര, അതും ഇരപിടിച്ചിട്ടിരിക്കുന്ന കടുവയുടെ അടുത്തേക്ക്. കടുവയും ആനയും കാട്ടുപോത്തും മാത്രമല്ല, മറ്റൊരുപാട് അപകടങ്ങൾ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇതൊക്കെയാണ് കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങിനെ ഏറ്റവും അഡ്വഞ്ചറസ് ആക്കുന്നത്. ഇന്ന് നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ്. അപ്പോൾ ട്രെക്കിങ് മാത്രമല്ല, സഫാരിയും അതുപോലെ തന്നെ ഒരു ബാംബു റാഫ്റ്റിങ്ങും പിന്നെ ഇവിടെ കാടിനകത്തുള്ള ടെൻറ്റ് റൂമിൽ ഒരു സ്റ്റേയും ഒക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് വൈൽഡ് ലൈഫ് പാക്കേജാണ് ഇന്നുള്ളത്. ഈ പെരുമഴക്കാലത്ത് കാടിനകത്തൂടെ കാടിന്റെ ഭംഗി ആസ്വദിച്ച് മഴയും കൊണ്ടുള്ള സാഹസികമായിട്ടുള്ള യാത്ര, അത് വേറൊരു അനുഭവം തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളത്ത് ഒരു ഫോറസ്റ്റ് സ്റ്റേയും ട്രക്കിങ്ങും അതുപോലെ സഫാരിയൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രീൻ വൈഫ് ട്രിപ്സിൻ്റെ പറമ്പിക്കുളം പാക്കേജിലാണ്. നമ്മൾ ആനപ്പാടി ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട്, ആനപ്പാടി ചെക്ക് പോസ്റ്റിലെ റിസപ്ഷനിൽ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇവിടുന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണേ. ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടുന്ന് റോഡിൽ കൂടി ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് കാട് കയറാൻ തുടങ്ങണേ. മഴ തൽക്കാലം മാറി നിൽക്കുന്നുണ്ട്, എന്നാൽ പോലും പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല മൂടി നിൽക്കുക. നടന്ന് നമ്മളൊരു തോടിനടുത്തെത്തിയേ. ഇനി ഇവിടെ നിന്ന് ഇത് ക്രോസ് ചെയ്യണം. വെള്ളമുണ്ട്, ഷൂ ഒക്കെ അഴിച്ച് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തോട്ടിൽ താഴെ മീനെ നോക്കിയ ഒരാളിരിപ്പുണ്ടേ. നമ്മുടെ കോമൺ കിങ് ഫിഷർ, മലയാളത്തിൽ ഇതിനെ നീലപ്പൊന്മാനെന്നും ചെറിയ മീൻ കൊത്തി എന്നൊക്കെ പറയും. ചേട്ടൻ പറയുന്നത് ഷൂ ഒന്നും അഴിക്കേണ്ട, അങ്ങോട്ട് ചാടിയാൽ മതി എന്നാ. പക്ഷെ നമുക്ക് ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് അത് ഇത്തിരി റിസ്ക് ആയിരിക്കും. ഒന്നും നോക്കണ്ട, ചാടിക്കും വെള്ളത്തിലോട്ട്. ഇങ്ങനെ ഇത്ര ഉള്ള സംഭവം. നമ്മള് ട്രെയിനിങ് ട്രക്കിങ്ങിനല്ലേ വന്നിരുന്നത്, കുറച്ച് നനയാണ്. അല്ല പിന്നെ അല്ലേ, മനസ്സിലായി, അകത്ത് വെള്ളം കയറുന്നുണ്ട്. അല്ല പുറത്തൂടെ ഉണ്ടോ. കാടിനൊരു ലൈഫ് തോന്നുന്നത് മഴക്കാലത്താണ്. എത്ര രസമെന്ന് നോക്കി, നല്ല പച്ചപ്പായതുകൊണ്ട്. ഇത് അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കൂട്ടം കാട്ടുപോത്തുകളാണ് മുഴുവൻ ഈ പുല്ലിൻ്റെയൊക്കെ ഇടയ്ക്കാണ്. ശരിക്കും കാണത്തില്ല, നമ്മുടെ അനക്കം കേട്ടാൽ ഓടിപ്പോവുകയും ചെയ്യും. നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയപ്പോഴത്തേക്കും കാട്ടുപോത്തുകൾ ഓടിപ്പോയി. പുല്ലിനിടയ്ക്കായതുകൊണ്ട് ശരിക്കും കാണത്തുമില്ലായിരുന്നു. ഇടയ്ക്ക് രണ്ട് കാട്ടുപോത്തുകളെയൊക്കെ കണ്ടു, പക്ഷേ ക്യാമറയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ സ്ഥലം വിട്ട് കളഞ്ഞു. ഇപ്പം ചാടിപ്പോട്ടുള്ളൂ. ഫ്രഷ് കാട്ടുപോത്ത് തന്നെയാണ്. എനിക്ക് വീണ്ടും കാട്ടുപോത്തുകളാണ്. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല പച്ചപ്പും പുല്ലും ഒക്കെ ഉള്ളതുകൊണ്ട്. ഇന്ത്യൻ വൈൽഡ് ഗവ്, ഞാൻ ഒരുപാട് തവണ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും ഇപ്പോഴും ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റാണ്, ഇത് പോത്തല്ല. ഇത് പോത്താണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിനെ മലയാളത്തിൽ വിളിക്കുന്നത് കാട്ടുപോത്ത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചെറുതുണ്ടോ? ഇത് നമ്മളപ്പോൾ കാട്ടുപോത്തുകളെ കണ്ടിങ്ങോട്ട് കയറി ഇവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് പോകുന്നത്. കാട്ടിയാ എങ്ങനെ വിളിക്കാൻ തോന്നലേ കാട്ടിന്ന്. അപ്പോൾ ഇന്നും നമ്മുടെ ട്രിപ്പ് വിത്ത് pickolinsand.green, അതാണ് നമ്മുടെ ഗ്രീൻ വൈബ്സിൻ്റെ പാക്കേജായിരുന്നേ. നമ്മുടെ കൂടെ ഇന്ന് 6 പേരുണ്ട്. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം തന്നെ ബെയർ പാത്ത് ട്രക്കിംഗ് ആണ്. ആ ട്രക്കിംഗ് കഴിഞ്ഞ പാടെ നമ്മൾ ടെൻറ്റ് ഇനീഷ്യലി ചെക്ക് ഇൻ ചെയ്ത് പിന്നെ അവിടെ ഉച്ച കഴിഞ്ഞൊരു സഫാരിയും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് നെക്സ്റ്റ് ഡേ നാളെ രാവിലെ നമുക്ക് പക്മാർ ട്രെയിൽ ട്രക്കിംഗ് ഉണ്ട്. ഉണ്ടോ, ഫ്ലൈയിങ് ആൻസ് ആണ്. ഇതങ്ങനെ ഒന്ന് ഇളകിയ കടിച്ച് നശിപ്പിക്കും, കുത്തി നശിപ്പിക്കും ശരിക്കും. മഴ ഏതായാലും മാറിയിരുന്നു, പക്ഷേ കാര്യമായ സൈറ്റിങ്സ് ഉണ്ടായിരുന്നില്ല. മഴക്കാലത്തായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട പോത്തും കൂട്ടത്തെയൊക്കെ കണ്ടതുള്ളേ. നമ്മൾ മഴക്കാലത്ത് ട്രക്കിങ്ങിന് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശം കാട് കാണുക എന്നുള്ളതാണ് കേട്ടോ. സൈറ്റിങ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലെന്നുള്ളത് നമുക്കറിയാം. കിട്ടുന്നതൊക്കെ ബോണസ് എന്നുള്ള രീതിയിലാണ് വന്നത്. ഏതായാലും കാട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല കിടലിലും ഭംഗിയിൽ കിടക്കും. ഈ ഭംഗിയുള്ള കാട്ടിലൂടെ ചെറിയൊരു ലൈറ്റ് മഴയോ അല്ലെ മഴക്കാറോ ഒക്കെ ഉള്ളപ്പോൾ നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. മുളകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടേ. എനിക്ക് മുള പൂത്ത് കഴിഞ്ഞാൽ ഉണങ്ങി നശിച്ചു പോകുന്നുള്ള കാര്യം അറിയാലോ. ഇവിടുത്തെ മുളകളൊക്കെ പോകാനായി തോന്നും.
കാട്ടുപോത്തുകൾ മുഴുവൻ ചവിട്ടി കാട്ടുപോത്തുകളെ മൊത്തം ചവിട്ടി കുഴിച്ച് പറിച്ച് വെച്ചേക്കുക. എന്നാ പറഞ്ഞേ? നമ്മളങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബിയർ പാത്ത് ട്രെയിൽ കഴിഞ്ഞ് അത് തിരിച്ച് നമ്മുടെ ഈ ചെക്ക് ഡാമിൻ്റെ ഒക്കെ അവിടെ എത്തി. ടണലാണ്, ചെക്ക് ഡാമല്ല. ഇനി ഇവിടുന്ന് നേരെ റോഡിലോട്ട് കയറിയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ അങ്ങോട്ടേക്ക് എത്തുവേ. നമ്മൾ തിരിച്ച് റോഡിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരു മാന് കണ്ടോ. നമ്മളെ കണ്ട് ഓടുകയെന്നാണ് വിചാരിച്ചത്, പക്ഷേ അല്ല, വേറെ എന്തിനാ കണ്ടിട്ട് ഓടുന്നതാണേ. അങ്ങനെ മണം പിടിച്ച് നോക്കുന്നുണ്ടോ? അല്ല, കണ്ടാലും അതങ്ങനെ എടുക്കില്ല. നമ്മളെ നോക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ. നമ്മൾ ഉച്ച കഴിഞ്ഞ് ട്രക്കിങ് കഴിഞ്ഞ് വന്ന് ചെക്കിൻ ചെയ്യുവാണേ. ഇനി നേരെ പോയി ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ സഫാരി. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇത് കേട്ടോ നമ്മുടെ ടെൻറ്റഡ് നിഷയിലെ ടെൻറ്റ് ഇതാണ്. ആഹാ, നല്ല ലക്ഷറി സെറ്റപ്പ് കേട്ടോ. ലക്ഷറി എന്നല്ല, കാടിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് ലക്ഷറി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂം. അതുപോലെ തന്നെ ഇതുണ്ടോ ടെൻ്റ് എന്ന് പറഞ്ഞാൽ അതുണ്ടോ, ടെൻ്റ് റൂമാണ്. ദേ വിശാലമായിട്ടുള്ളൊരു ബാത്റൂം, നീറ്റ് ആൻഡ് ക്ലീൻ, മൊത്തത്തിൽ സെറ്റപ്പ്, അടിപൊളി ഒരു സ്റ്റേ. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്നൊരു സ്റ്റേ ആണ്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തൊക്കെ മാനുകളും രാത്രി ചിലപ്പോൾ കരടിയൊക്കെ വരും എന്നാണ് പറഞ്ഞത്. നമ്മൾ റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷായി നേരെ ലഞ്ച് കഴിക്കാൻ പോകണേ. ലഞ്ച് കഴിഞ്ഞിട്ട് 3 മണിക്കാണ് സഫാരി, 4 മണിക്കല്ല കേട്ടോ. ഇവിടുത്തെ ഫുഡ് പിന്നെ അടിപൊളി ഫുഡാണ്. നമ്മുടെ പെരിയാറൊക്കെ പോകുന്ന പോലെ നല്ല കിടുക്കൻ ഫുഡാണ് ഇവരുണ്ടാക്കി തരുന്നത്. ഇത് ചപ്പാത്തിയും ചിക്കനും ചോറും സാമ്പാറും രസവും മോരും. ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് 3 മണിയായപ്പോഴത്തേക്കും സഫാരി തുടങ്ങി. നമ്മുടെ ആദ്യത്തെ സഫാരിയുടെ സ്റ്റോപ്പ് നമ്മുടെ തുണക്കടവ് ഡാമിൻ്റെ അവിടെയാണ്. നമ്മുടെ ഇവിടുത്തെ സഫാരി ഈ ടെൻറ്റ് സ്റ്റേയുടെ കൂടെ തന്നെ ഉള്ളതാണ്. സ്റ്റേയും സഫാരിയും ഒരു ബാംബൂ റാഫ്റ്റിങ്ങും എല്ലാം കൂടെ ചേർന്നാണ് ഈ സ്റ്റേ പാക്കേജ് വരുന്നത്. ഇതേ ആന, നമുക്ക് സഫാരിയിൽ അവസാനം ആനയെ കിട്ടിയേ. ഇവിടെ സഫാരിയിൽ അല്ലെങ്കിലും അത്യാവശ്യം സൈറ്റിങ്സ് ഒക്കെ കിട്ടാറുണ്ട്, പക്ഷേ ബസ്സിലാണ്, സഫാരിയാണ്. അതുപോലെ തന്നെ ട്രക്കിംഗ് സമയത്ത് നമുക്ക് ഓൺ ഫുട്ട് നിന്നിട്ട് അനിമൽസിനെ കാണുന്നതും അതുപോലെ സഫാരിക്കിടയിൽ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ട്രക്കിങ്ങിൽ മഴക്കാലത്ത് പൊതുവേ സൈറ്റിങ്സ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, സഫാരി ഈ ഒരു സ്റ്റേയുടെ കൂടെയുള്ളതാണ്. ട്രക്കിംഗ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ബുക്ക് ചെയ്തതാണ്. നമ്മുടെ സഫാരി കന്നിമാര തേക്കിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പലതവണ കാണിച്ചേക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എന്നാലും ഇതാണ് നമ്മുടെ തേക്ക്. നമ്മൾ തേക്കൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും മുന്നേ കണ്ട ആനക്കൂട്ടം അവിടെ തന്നെ ഉണ്ടേ. നോക്കി, സാധാരണ അങ്ങ് മുകളിൽ ആ ജീപ്പ് കിടക്കുന്നില്ലേ, അവിടം വരെ വെള്ളം കയറി കിടക്കുന്നതാണ്. ഇപ്പം ഡാം തുറന്ന് വെച്ചേക്കുന്നുണ്ടോ വെള്ളം മുഴുവൻ ഇറങ്ങിയേക്കുന്നത് പോലെ. ഇതുകൊണ്ട് ആ കരയിൽ നിറയെ മാനുകൾ നിൽക്കുന്നത്, ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. നമ്മളിപ്പം പറമ്പിക്കുളത്താണ് ഉള്ളത്. പറമ്പിക്കുളത്ത് വീട്ടിക്കുന്ന് ഐലൻഡിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം. അവിടെ റാഫ്റ്റിങ്ങിന് വന്നേക്കാണ്. ഈ റാഫ്റ്റിംഗ് നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ്. നോക്കി, ആ ചങ്ങാടത്തിൻ്റെ പുറകിൽ നിരന്ന് നിൽക്കുന്ന മുഴുവൻ മാനുകളാണ്. അടിപൊളി മലകളും ഫുള്ള് തടാകം പോലെ കാണുന്നത്, ഡാമിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്നതാണ്. ദേ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നത്. അങ്ങേയറ്റത്തെ കരയിൽ നമ്മുടെ വീട്ടിക്കുന്ന് ഐലൻഡാണ് അങ്ങ് കാണുന്നത്. ആ 2 മലകൾ കാണുന്നില്ലേ ഫ്രണ്ടിൽ, അതിൽ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കരയിലായിട്ട് ആന നിൽപ്പുണ്ട്, 4 എണ്ണം. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അടുത്ത് കാണാൻ വേണ്ടി പോവാണ്. നോക്കി, ആനകൾ നിൽക്കുന്നത് ഒത്തിരി ദൂരത്തിലാണ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നല്ല ഹെയ്സും ഉണ്ട്, ഒരു ചെറിയ മൂടൽമഞ്ഞൊക്കെ പോലെ. നമ്മൾ റാഫ്റ്റിംഗ് തുടങ്ങാൻ പോവാണ്. ഈ ബാംബു റാഫ്റ്റിംഗ് അധികം നേരം ഒന്നുമില്ല കേട്ടോ, ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റേ ഉള്ളൂ. ഇതുണ്ടോ, അത്രയും ദൂരത്തിലാണ് ആന നിൽക്കുന്നത്, പൊട്ടുപോലെ കാണാം. ഉണ്ടോ, ആ ആനകൾ നിൽക്കുന്ന സ്ഥലമാണ് വീട്ടിക്കുന്ന് ഐലൻഡ്. അവിടെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേയിൽ താമസിക്കുന്നവർക്ക് തൊട്ടടുത്ത് നിന്ന് ആനയെ കാണാം. കാരണം അതിൻ്റെ നേരെ താഴെയാണ് ആനകൾ നിൽക്കുന്നത്. ഇത് ഫുൾ സൂമാണ് നമ്മുടെ ക്യാമറയുടെ.
നല്ല രസമില്ലേ ആ പച്ച പുല്ലിനകത്ത് നിറയെ മാനുകൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മാനുകളില്ലേ, ആ ഒരു സ്ഥലം വരെയും വെള്ളത്തിനടിയിലാണ് ഞാൻ മുന്നേ കണ്ടിട്ടുള്ളൂ. ഇത്രയും വെള്ളം ഇറങ്ങിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ആനകൾ നിൽക്കുന്ന ആ സ്ഥലം എല്ലാം ഫുള്ള് വെള്ളത്തിനടിയിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എനിക്ക് ഫുള്ളൊരു ലൈറ്റ് കോടമഞ്ഞൊക്കെ കയറി കിടപ്പണ്ടേ. ആ സ്പീഡ് ബോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള പറമ്പിക്കുളം ഡാമിൻ്റെ അവിടെ എത്തിയേ. ഫുള്ള് വെള്ളം അവിടെ നമ്മൾ കണ്ടായിരുന്നല്ലോ, താന്നു കിടക്കാണ്. ഇതുണ്ടോ, ഇവിടെ വന്നപ്പോഴത്തേക്കും മുകളിൽ മഴവില്ല്. നമ്മൾ പറമ്പിക്കുളത്ത് നിന്ന് ട്രൈബൽ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോഴത്തേക്കും രാത്രിയായേ. വഴിയിൽ മുഴുവൻ കാട്ടുപോത്തുകളാണ്. എവിടെ തിരിഞ്ഞാലും കാട്ടുപോത്തുകൾ, റോഡിലും വഴിയിലും ഒക്കെ. ഇതിൻ്റെയൊക്കെ സൈസ് നോക്കി, എന്നെ ഭീകര സൈസുള്ള സാധനമാണ്. ഇത് കുറച്ച് പ്രായമായതാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ നോർമൽ സഫാരികളൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേക്കും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തണം. അതേസമയം നമ്മളിവിടെ സ്റ്റേ എടുക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സഫാരികൾ ഇതുപോലെ കുറച്ചുകൂടെ വൈകി എത്തും. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാട്ടുപോത്തുകളെ വഴിയിൽ കാണാം. കാട്ടുപോത്തുകൾ മാത്രമല്ല, ഇവിടുത്തെ സഫാരിയിൽ കുറച്ച് വൈകിയാണ് നമ്മൾ തിരിച്ചു വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈറ്റിങ്സ് മറ്റ് ആനിമൽസിൻ്റെയും കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ലെപ്പേർഡ്സിൻ്റെയും അതുപോലെ നമ്മുടെ സ്ലോത്ത് ബെയറിൻ്റെ ഒക്കെ സൈറ്റിങ്സ് ഇവിടെ കിട്ടാറുണ്ട്. ആനയും കാട്ടുപോത്തുകളും മിക്കവാറും കിട്ടാറുണ്ട്. നമ്മൾ അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് വന്ന് കരടിയെ കണ്ടു കേട്ടോ. പക്ഷേ ലൈറ്റല്ല, ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്കും സ്ഥലം വിട്ടു. അങ്ങനെ കരടിയും കാട്ടുപോത്തും ഒക്കെ ആയിട്ട് അടിപൊളി സഫാരി ആയിരുന്നു. അങ്ങോട്ട് പോയപ്പോഴാണെങ്കിലും ആനയെ കണ്ടു. എവിടെ ഇത് നല്ല ഒന്നാന്തരം വിഷമുള്ള അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണ്. ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ, അല്ലെങ്കിൽ കുഴിമണ്ഡലി എന്നും ചുരുട്ടാന്നും ഒക്കെ മലയാളത്തിൽ പറയും. കാടിനടുക്കൊക്കെ വന്ന് താമസിക്കുമ്പോഴത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഇതാട്ടോ. പാമ്പ് കിടക്കുന്നുണ്ടോ, അത് എവിടാന്ന് കാണിച്ചാലേ നടക്കുമ്പോൾ സൂക്ഷിച്ചോളൂ. ഇതേ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് തൊട്ട് കീഴേ ഇതിനകത്താട്ടോ ഉള്ളേ. രാത്രിയിൽ ഈ കാടിനകത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. നോക്ക്, നമ്മൾ വെറുതെ രാത്രിയിൽ ഇതിനകത്തോടൊന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങിയതാണ്. ഉണ്ടോ മാനുകൾ നടക്കുന്നത്. ഓ, ഒരു വലിയ കൂട്ടം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതെ, മാനുകൾ കുറേ എണ്ണം. മാൻ പുറകിലെവിടെ? എന്നെ ഒരു നിശബ്ദതയാണ്. നേരം എടുത്തിട്ടില്ല കേട്ടോ. എന്നാലും ഒരു 5:30 ആയപ്പോൾ ഫുള്ള് ബേർഡ്സിൻ്റെ സൗണ്ടാണ്. രാവിലെ വന്ന് ഒരു കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബേർഡ് വാച്ചിങ്ങിന് ഇറങ്ങുവാണേ. നേരെ ഏതായാലും രാവിലെ മഴയൊന്നുമില്ല. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ബേർഡ്സിനെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കടുവയെ തപ്പി വേറൊരു വഴിക്കാണ് ഇന്ന് പോകുന്നത്. കാരണം ഈ ഒരു ഏരിയയിൽ ബേർഡ് വാച്ചിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കടുവയുടെ മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേർഡ്സിനെ വിട്ടിട്ട് കടുവയുടെ പുറകെ പോവാം. ഇവിടെ തൊട്ടടുത്ത് ടൈഗറിൻ്റെ കില്ലുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ടൈഗർ എന്തിനെയോ പിടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോയി നോക്കുകയാണ്. ഭാഗ്യം അങ്ങനെ ഉണ്ടെങ്കിൽ. തൊട്ടടുത്ത് എവിടെയോ കടുവയുടെ പ്രസൻസ് ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. പോയ പാടുകളും മാർക്കുകളും അതുപോലെ പുല്ലൊക്കെ പതുങ്ങി കിടപ്പുണ്ട്. അതുകൊണ്ട് തൊട്ട് മുന്നേ എപ്പോഴോ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് മൊബൈലൊക്കെ ഓൺ ചെയ്താണ് അച്ഛൻ്റെ നടപ്പേ. കടുവ ഒരു മ്ലാവിനെ അടിച്ചിട്ടേക്കുന്നതാണേ. അടിച്ചിട്ടെന്ന് പറഞ്ഞാൽ തിന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 3-4 ദിവസം മുന്നേ എങ്കിലും തിന്ന് തീർന്നിട്ടുണ്ടാവണം കണ്ടിട്ട്.
അപ്പോൾ ഇതിൻ്റെ ഈ കില്ല് ഇവിടെ കിടക്കുന്നതുകൊണ്ടായിരുന്നു ഈ ഏരിയയിൽ കടുവയുടെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല വലിയൊരു മ്ലാവ് തന്നെയാണേ. നോക്കി, നമുക്ക് ഇതുപോലെ തന്നെ ഒരു കാട്ടുപോത്തിനെ കടുവ പിടിച്ചിട്ട് തിന്ന് ജസ്റ്റ് തുടങ്ങിയ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതും ഈ എലിഫൻറ്റ് സോങ് റൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ബേർഡ് വാച്ചിങ്ങിൻ്റെ മറ്റേ സൈഡ് ഒക്കെ ആ ഒരു ഭാഗത്ത് വെച്ചായിരുന്നു. 2-3 വർഷം മുന്നേ നമ്മൾ മുരുകേശൻ്റെ കൂടെ ട്രെക്കിങ്ങിന് വന്നപ്പോഴത്തേക്കും കിട്ടിയതായിരുന്നേ. അന്ന് കടുവ അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. നമുക്ക് കടുവയുടെ പ്രസൻസ്, അലാം കോൾസ്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള പക്മാർക്കും ഈവൻ മൂവ്മെൻറ്റ്സ്, ചാടി ഓടുന്നതായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് വരെ അന്ന് കിട്ടിയായിരുന്നു. ഇതുണ്ടോ കടുവയുടെ മാർക്കിംഗ് ആണേ. അവിടുന്ന് കഴിച്ചിട്ട് നടന്നു പോകുന്ന വഴിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ അല്ല, ഒരു 2-3 ദിവസം പഴയതായിരിക്കുള്ളൂ. ട്രക്കിങ്ങിൽ കടുവയെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റയറായിട്ടുള്ള സംഭവമാണേ. ഏതായാലും കാട് നല്ല ഭംഗിയുണ്ട്. കടുവ പോട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ അത് ബോണസ് എന്നുള്ള രീതിയിൽ പോന്നാൽ മതി. സാർ പറമ്പക്കൾ മാത്രമല്ല, നമ്മൾ ഏത് കാട്ടിൽ പോയാലും ലോകത്തിലുള്ള എല്ലാ കാടുകളും എല്ലാ ആനിമൽസും എല്ലാം കൊണ്ടും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല. ശ്രദ്ധിക്കുന്ന 3 വിഷയങ്ങൾ: കണ്ണ്, മൂക്ക്, ചെവി. നമ്മൾ നമുക്ക് അവർ കാണാൻ പറ്റില്ല പോലും, അവരുടെ ഡയറക്റ്റ് സൈറ്റിംഗ് പോലും കിട്ടിയില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് സൈറ്റിംഗ് നമ്മൾ അറിഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഒരു ഡേഞ്ചറായിട്ടുള്ള ആനിമൽസ് ഉണ്ടോ ഇല്ലയോ, ഡേഞ്ചറാണോ ഇല്ലയോ, കടുവയാണോ പുലിയാണോ ഇല്ല, എന്തെങ്കിലും ഒരു ആനിമൽസ് നമുക്ക് കാണാൻ സാധ്യത കുറവാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് വെച്ച് കണ്ടുപിടിക്കാം. പിന്നെ ചെവി സൗണ്ട് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈ 3 വിഷയം നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മൂക്കും കണ്ണും ചെവിയും തുറന്നു വെക്കുക. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആനിമൽസിനെ കാണണമെന്നില്ല. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ പ്രസൻസും കാര്യങ്ങളുമൊക്കെ കണ്ണും മൂക്കും ചെവിയൊക്കെ തുറന്നു പിടിച്ചാൽ, അതായത് നന്നായിട്ട് ശ്രദ്ധിക്കുക, സൗണ്ട് ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ അടയാളങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതുപോലെ സ്മെല്ല്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് അറിയുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഞാൻ മുൻപ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാട്ടിൽ കയറുന്നത് കാട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാവണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈറ്റിങ്സ് കിട്ടിയാൽ അത് ബോണസ് എന്നുള്ള രീതിയിൽ കരുതിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാട്ടിലൂടെയുള്ള യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റുമേ. കണ്ടില്ലേ മൺസൂണിൽ വരുന്നതിൻ്റെ ആ ഒരു ഭംഗി. ഇത് നമ്മളങ്ങനെ കുറേ ദൂരം കാട്ടിൽ കൂടെ നടന്ന് നല്ല കിടിലൻ കാട്. ഇവിടുത്തെ സെറ്റപ്പ് കാടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ എലിഫൻറ്റ് സോങ് ട്രെയിലിൽ വരുന്ന കാടാണ്, കാണാൻ ഭംഗിയുള്ളത്. ഇത് നമ്മളൊരു വാറപ്പുറത്തെത്തിയിരിക്കുന്നു, വിശാലമായിട്ടുള്ള ഓപ്പൺ സ്പേസ്. നമ്മളങ്ങനെ കാട്ടിനകത്തൂടെ കടുവയും തപ്പി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞെങ്കിലും കടുവയൊന്നും കണ്ടില്ലേ. അതുപോലെ നമ്മുടെ ട്രക്കിംഗ് തീരുന്ന സമയമായി. നമ്മൾ നേരെ തിരിച്ചിനി സ്റ്റേയിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഒരുപാട് പരിപാടികളുള്ളതാണ്. ഇത് അങ്ങനെ നമ്മൾ രാവിലെ ബേർഡ് വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്ത് പക്മാർക്ക് ട്രെയിനിൽ പോകാൻ പോവാണ്. ദോശ, പുട്ട്, സാമ്പാർ, കടലക്കറി, ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിതേ പെരുവേരിപ്പള്ളം ഡാമിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടിയൊക്കെ കയറിയിട്ട് നമ്മുടെ പക്മാർക്ക് തുടങ്ങാൻ പോവാണേ. നമ്മൾ പോകുന്ന വഴിക്ക് ലെപ്പേഡിൻ്റെ പക്മാർക്ക്. പഴയതല്ല, ഇപ്പം പോയതല്ല, രാത്രി പോയതാന്ന് തോന്നുന്നു. കണ്ടിട്ട് മാന്തിയേക്കുന്നത് അല്ലേ? ഫ്രഷാ? മാന്തികൊണ്ട് കഷ്ടമുണ്ട്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ പക്മാർക്ക് ട്രെയിലിൽ നമ്മൾ പക്മാർക്കും ട്രേസ് ചെയ്തുള്ള ട്രെക്കിംഗ് തുടരുവാണേ. ഒത്തിരി പഴയതല്ല കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. എനിക്ക് കടുവ അടിച്ചിട്ടേക്കുന്നതായിരിക്കണം കാട്ടുപോത്തിനെ. ഇത് വലിയ ഏരിയയിലും കവർ ചെയ്തിട്ടുണ്ട്. കൊമ്പ അല്ല, കൊമ്പ് ഊരി കിടക്കുന്ന അത് അല്ല, അത് കൊമ്പ് ഊരിയതാ. ഇവിടെ എല്ലാം എല്ല് കിടപ്പുണ്ട് കേട്ടോ, ഭയങ്കര സ്മെല്ലും. ഇത് ഒത്തിരി പഴയതല്ല. അഴുകി തീർന്നിട്ടില്ല, തിന്നു കഴിഞ്ഞാണെങ്കിലും. ട്രക്കിങ്ങിനിടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, റിഫ്രഷ്മെൻറ്റ്സ് കഴിക്കുന്നതൊക്കെ കൊള്ളാം. ഇതൊന്നും ഇവിടെ എടുത്ത് പോയതുണ്ട്. ആശാൻ്റെ ബാഗിനകത്ത് എല്ലാ കവറും ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരം റോഡിൽ കൂടെ നടന്നിട്ട് നല്ല റോഡ് വിട്ട് കാടിലോട്ട് ഇറങ്ങി. മഴ മാറി നിൽക്കുന്നുണ്ട്. ആശാൻ അവിടെ എന്തോ കണ്ടിട്ടുണ്ടേ.
അനക്കുണ്ടോ? നമ്മൾ മഴ മാറി നിന്നെന്നൊക്കെ പറഞ്ഞെങ്കിലും മാറി നിന്നിട്ട് ഇതേ പണി വന്നു. പണി തന്നെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ മൺസൂൺ ട്രക്കിങ്ങിന് വന്നതാണ്. അപ്പോൾ ഒരു മഴയെങ്കിലും കിട്ടണ്ടേ. മഴ ചെറുതായിട്ട് ചാറി അങ്ങ് പോയി. ഏതായാലും വലിയ രീതിയിൽ പെയ്തില്ലേ. അതെ, നമ്മൾ ട്രക്കിങ്ങിനിടയിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഓടിച്ച് പരിചയപ്പെട്ട് വരാം. അജിത്ത്, ആശാനെ പലരും ഉണ്ടല്ലോ ചോളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മേലെ വിളിച്ചേക്കരുത്, കോളിൻ. ചോക്ലേറ്റിൻ്റെ ചോ അല്ല, കോഴിയുടെ കോൾ. അല്ല, ആശാനെ കോഴിന്ന് വിളിച്ചല്ല, കോഴിയുടെ കോളിൻ. ആസിഫ്, എത്ര വർഷം? 6-7 വർഷം കൂടി നാടി വരുന്ന കേട്ടോ. ശരി, നേരെ കാട്ടിലോട്ട്. രാഹുൽ ചെസ് കോച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും പിള്ളേരെയൊക്കെ കോച്ചിങ്ങിന് വിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം. അരുൺ. ആ, രണ്ടുപേരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കറക്റ്റാ പറഞ്ഞു. അരുൺ. അതെ, സ്ഥലം തിരുപ്പൂണിത്തുറ. അതെ. മറ്റൊരു അരുൺ തിരുവനന്തപുരം അരുൺ. അതെ, ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. 2 ഗൈഡുമാരുണ്ട്, അവരെയും കൂടെ പരിചയപ്പെടുത്തരാം. അങ്ങോട്ടേനാ? ഓ, എന്നെ ഒരു കാടാ അല്ലേ. ആഹാ, എന്നെ രസം നോക്കിയാൽ. ഇതാണ് നമ്മൾ മൺസൂൺ ട്രക്കിംഗ് എന്ന് പറയുന്നത്. പേരുമഴ ഇരുന്ന് മഴയത്ത് കാടിനടുത്ത് കപ്പലണ്ടി പരിപ്പ് കുറയ്ക്കുന്നതാണ്. അപ്പം നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പോവാണ് അല്ലേ. മൺസൂൺ ട്രക്കിംഗ് കാര്യം. മൺസൂൺ ട്രക്കൊക്കെ ആണെങ്കിൽ നനയാൻ നിർവാഹമില്ല. കാരണം ക്യാമറയും മൈക്കും ഒക്കെ ഉള്ളതുകൊണ്ടേ. മഴ മാറിയില്ല, പക്ഷെ വെയിൽ കളഞ്ഞു. അടിപൊളി വെയിലല്ലേ. അതെന്നോ മരം പെയ്യുന്നതല്ലേ കാട്ടിലെ പ്രത്യേകത. കേട്ടേ, മഴ പെയ്യുന്നത് എന്നെങ്കിലും മരം പെയ്യുന്നത് തുടരും. എന്താ മൺസൂൺ ട്രക്കിങ്ങിൻ്റെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ആയത്. അട്ടകടി നോക്കി പോകുന്ന വഴി ഒരു വലിയ മരം, ക്രൊക്കഡൈൽ ബാർക്ക് ട്രീ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും മുതലയുടെ തോല് പോലെ ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ആ പേര്. പിന്നെ വലുതല്ലേ. ഈ തിരിച്ചു വരുന്ന വഴിയിൽ ലെപ്പേർഡിൻ്റെ പക്ക് മാർക്ക് കണ്ടോ. നമ്മൾ പോയ ഡയറക്ഷനിൽ തന്നെയാണ്. മഴ പെയ്തായിരുന്നു നന്നായിട്ട്. സ്റ്റിൽ മാർക്ക് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയ്ക്ക് ശേഷമുള്ളതായിരിക്കും. ഇപ്പം പതിഞ്ഞിട്ടുള്ളൂ. ശരിയായിക്കോട്ടെ, നമ്മുടെ കൊണ്ടുപോയിട്ട് തിരിഞ്ഞോടിയതായിരിക്കും. കാരണം അത് കഴിഞ്ഞ് നല്ല മഴ പെയ്തതല്ലേ, അത് പോയാനെ. സാധനം നമുക്ക് ചുറ്റുവട്ടത്ത് എവിടെയും ഉണ്ട്. ഇങ്ങോട്ടും കിടപ്പുണ്ട്, അങ്ങോട്ടും കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ 10-12 കിലോമീറ്ററോളം ലോങ് ആയിട്ടുള്ള ഈ പക്മാർക്ക് ട്രെയിൽ കഴിഞ്ഞ് തിരിച്ചെത്താനായി. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്തത് ബെയർപാത്ത് ട്രെയിലാണ്. അത് ഏകദേശം ഒരു 6 to 8 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ അതും അതുപോലെ നമ്മുടെ ടെൻറ്റഡ് നീഷയും ഈ ട്രക്കിങ്ങുകളെല്ലാം അടങ്ങിയ, അല്ലെങ്കിൽ ഇതെല്ലാം ബുക്ക് ചെയ്യുന്ന, അത് നമ്മുടെ parambikulam.org വെബ്സൈറ്റ് വഴിയാണ്. അതിൻ്റെ ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ വൈബ്സിൻ്റെ ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ട്രിപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, എനിക്കൊക്കെ കൊള്ളണം. അതുപോലെ തന്നെ അതുപോലത്തെ ഒരുപാട് ട്രക്കിംഗ്, ഫോറസ്റ്റ് സ്റ്റേസ് അല്ലെങ്കിൽ സഫാരി വീഡിയോസൊക്കെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചാനലടക്കം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.